ഒയാസിസ് കമ്പനിക്ക് പാലക്കാട് എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണശാല ആരംഭിക്കാൻ ഉള്ള നടപടിക്രമങ്ങളെക്കുറിച്ച് മന്ത്രി ഉയർത്തിയ നുണകളുടെ ചീട്ടുകൊട്ടാരം തകർന്നു വീഴുന്നതാണ് ഇപ്പോൾ കാണുന്നത്. അദ്ദേഹം പറഞ്ഞത് മദ്യനയത്തിൽ മാറ്റമുണ്ടായപ്പോൾ അവർ അപേക്ഷ നൽകി, ഒയാസിസ് കമ്പനി അപേക്ഷ നൽകി, ആ അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനമുണ്ടായത്. ഞങ്ങൾ അന്ന് ചോദിച്ചു, പാലക്കാടത്തെയും കേരളത്തിലെയും മറ്റ് മദ്യനിർമ്മാണശാലകൾ, ഒരു ഡിസ്റ്റിലറികളും ഇങ്ങനെ മദ്യനയം മാറി പുതിയ മദ്യനിർമ്മാണശാല തുടങ്ങാൻ തീരുമാനമെടുത്തിട്ടുണ്ടെന്ന് ആരും അറിഞ്ഞില്ല. പഞ്ചാബിലെയും മധ്യപ്രദേശിലെയും ഒരു കമ്പനി മാത്രമാണ് ഇത് അറിഞ്ഞത് എന്ന് ഞങ്ങൾ ചോദിച്ചപ്പോഴും മന്ത്രി പറഞ്ഞത് അവർ കൊടുത്ത അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് ഈ അനുമതി കൊടുത്തതെന്നാണ്. എന്നാൽ അവർ 16/6/2003 കേരള വാട്ടർ അതോറിറ്റിക്ക് കൊടുത്ത അപേക്ഷയിൽ, അതായത് ഈ പ്രോജക്റ്റിൽ വെള്ളം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അവർ കൊടുത്ത അപേക്ഷയിൽ പറഞ്ഞിരിക്കുന്നു, ഇത് ആസ് പെർ ദ നീതി ആയോഗ് ഡയറക്ഷൻ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഇൻവിറ്റേഷൻ വി ആർ ഡിസൈറസ് ടു സെറ്റപ്പ് എ വേൾഡ് ക്ലാസ് 500 KLPD കപ്പാസിറ്റി എത്തനോൾ പ്ലാന്റ് എന്നാണ്. അതായത് സംസ്ഥാന ഗവൺമെന്റിന്റെ ക്ഷണപ്രകാരമാണ് അവരിത് സ്ഥാപിക്കുന്നതെന്നാണ് 16/6/2023 വാട്ടർ അതോറിറ്റിക്ക് കൊടുത്തിരിക്കുന്ന കത്തിൽ കാണിക്കുന്നത്. ഇവരുടെ അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് 2025 അനുമതി കൊടുക്കുന്നത്. 2023 ഇവർ പറഞ്ഞിരിക്കുന്നു ഞങ്ങൾ ക്ഷണപ്രകാരം, സംസ്ഥാന ഗവൺമെന്റിന്റെ ക്ഷണപ്രകാരമാണ് ഞങ്ങളിത് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ചോദിച്ചിരിക്കുന്നത് ഏറ്റവും രസകരമായ കാര്യം, മന്ത്രി പറഞ്ഞ വേറൊരു പച്ചക്കള്ളമുണ്ട്. കാരണം ഇവർക്ക് IOC ഇവിടെ അംഗീകാരം, കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരം കിട്ടിയത് കൊണ്ടാണ് ഇത് കൊടുത്തതെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? ഇവർ യഥാർത്ഥത്തിൽ വാട്ടർ അതോറിറ്റിക്ക് ഈ അപേക്ഷ നൽകാനുള്ള കാരണമായി അവർ പറഞ്ഞിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? അവർ അപേക്ഷ കൊടുത്തിരിക്കുന്നത് അവർക്ക് IOCയുടെ ടെൻഡറിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ്. We are enclosing here with the invitation of oil companies for signing expression of interest agreement with upcoming ethanol plants in the state of Kerala for supply of denatured anhydrous ethanol to oil marketing companies through e-tender for your kind reference. Accordingly, we have to satisfy two conditions to take part in e-tender. അതായത് ലാൻഡ് അവൈലബിലിറ്റിയും വാട്ടർ അവൈലബിലിറ്റിയും. ലാൻഡ് അവൈലബിലിറ്റി ഞങ്ങൾക്കുണ്ട്, ഞങ്ങൾ നേരത്തെ സ്ഥലം മേടിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് വാട്ടറാണ് വേണ്ടത്. ആ വെള്ളം തരേണ്ടത് വാട്ടർ അതോറിറ്റിയാണ്. എന്തിനാണ് മന്ത്രി പറഞ്ഞത്? IOC അംഗീകാരം കൊടുത്തതിൻ്റെ പേരിലാണ് ഇവർക്ക് ഇവിടെ അംഗീകാരം കൊടുത്തതെന്നാണ്. IOC അംഗീകാരം കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഇവർക്ക് ഇൻവിറ്റേഷൻ കൊടുത്തിട്ടുണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റ്. പച്ചക്കള്ളമല്ലേ മന്ത്രി പറഞ്ഞത്? അപ്പോൾ ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലാവുന്നുണ്ട്. കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരമുള്ള ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ അംഗീകാരം ഉള്ളതുകൊണ്ടാണ് ഇവർക്ക് കൊടുത്തതെന്നാണ്. ആ ടെൻഡറിൽ പങ്കെടുക്കാൻ വാട്ടർ അതോറിറ്റിക്ക് 2023 ഈ കമ്പനി കൊടുത്ത കത്തിൽ പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ കിട്ടിയിട്ടില്ലല്ലോ അവർക്ക്. ടെൻഡറിൽ പങ്കെടുക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഇൻവിറ്റേഷൻ ഉണ്ടെന്നാണ്. അതായത് IOCയുടെ ടെൻഡർ നടപടികൾ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റ് അവരെ കേരളത്തിലേക്ക് ക്ഷണിച്ചിരുന്നു. അവർ 2 കള്ളങ്ങളാണ് പൊളിഞ്ഞ് വീഴുന്നത്, 2 കള്ളങ്ങൾ. പിന്നെ മൂന്നാമതൊരു കാര്യം, വാട്ടർ അതോറിറ്റിക്ക് ഇവർ കൊടുത്ത അപേക്ഷയിൽ ഇവരാകെ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ പൂർണ്ണമായും ഡിപ്പെൻഡ് ചെയ്യുന്നത് ദ ഫസ്റ്റ് കണ്ടീഷൻ ഈസ് ഓൾറെഡി സാറ്റിസ്ഫൈഡ്, അതായത് ലാൻഡ് കിട്ടി. ആൻഡ് ഫോർ ദ വാട്ടർ റിസോഴ്സസ് വി ആർ ഡിപ്പെൻഡിങ് ഓൺ വാട്ടർ റിസോഴ്സസ് ഫ്രം വാട്ടർ അതോറിറ്റി ഡിപ്പാർട്ട്മെന്റ്, കിൻഫ്ര ആൻഡ് അതർ സോഴ്സസ്. ഇവരുടെ വെള്ളമാണ് വേണ്ടത്, വാട്ടർ അതോറിറ്റിയിൽ നിന്നുള്ള വെള്ളമാണ് ഞങ്ങൾക്ക് വേണ്ടത്. അത് എത്രയാണ് എന്ന് പോലും പറഞ്ഞിട്ടില്ല. എത്ര വെള്ളം ഞങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് പറയുന്നത്. രസകരമായ കാര്യം, 16/6/2023 വാട്ടർ അതോറിറ്റിക്ക് ഇവർ അപേക്ഷ കൊടുക്കുന്നു. അന്ന് തന്നെ വാട്ടർ അതോറിറ്റിയുടെ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ എന്തൊരു സ്പീഡാണ്, സെയിം ഡേറ്റിൽ അപേക്ഷ കൊടുക്കുകയാണ്. ഐ വുഡ് ലൈക്ക് ടു ഇൻഫോം യു ദാറ്റ് വാട്ടർ ക്യാൻ ബി സ്പെയർഡ് ടു ദി അപ്കമിംഗ് പ്രോജക്ട് ഫ്രം ദ കിൻഫ്ര വാട്ടർ സപ്ലൈ സ്കീം ഇംപ്ലിമെന്റഡ് ബൈ വാട്ടർ അതോറിറ്റി. സെയിം ഡേറ്റിൽ കൊടുക്കുക. അത്രമാത്രം. അപ്പം 23 ഞങ്ങൾ പറഞ്ഞ പോയിന്റുകൾ തെളിയാണ്. കേരളത്തിലെ മദ്യനയം, മദ്യനിർമ്മാണ എത്തനോൾ പ്ലാന്റും എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോളും
കേരളത്തിൽ നിർമ്മിക്കാൻ അനുവാദം കൊടുക്കുമെന്നുള്ള മദ്യനയം സംസ്ഥാന ഗവൺമെന്റിന്റെ മാറുന്നതിന് മുമ്പ് തന്നെ ഈ കമ്പനിയായിട്ടുള്ള ഡീൽ ഉറപ്പിച്ചിട്ടുണ്ട്. ഈ കമ്പനിക്ക് മദ്യനിർമ്മാണശാല ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മദ്യനയം മാറ്റിയത്. മദ്യനയം മാറ്റുന്നതിന് മുമ്പ് തന്നെ ഇവർ ഈ സ്ഥലം എലപ്പള്ളിയിൽ ഈ സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ അംഗീകാരം കിട്ടിയെന്നാണ് മന്ത്രി വലിയ മഹത്തരമായി ഈ കമ്പനിയെ കുറിച്ച് പറഞ്ഞത്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ അംഗീകാരം മേടിച്ചത് പോലും കേരളത്തിലെ വാട്ടർ അതോറിറ്റിയുടെ കൺസെന്റ് മേടിച്ചുകൊണ്ടാണ് അവിടെ പോയി ഈ അംഗീകാരം വാങ്ങിച്ചത്. അപ്പോൾ ഈ കേരള ഗവൺമെന്റ് ഈ കമ്പനിയെ കേരളത്തിലേക്ക് ക്ഷണിക്കുന്നതിന് മുൻപ് ഇവർക്ക് IOCയുടെ അംഗീകാരം കിട്ടിയിട്ടില്ല. കമ്പനി ഇവരുമായിട്ട് ഒരുമിച്ച് ഡീലാണ്. മാത്രമല്ല അവര് ഇത് 2025 ഈ അനുമതി കിട്ടുന്നത് അല്ലേ? 2025 അനുമതി കിട്ടുന്നത്. ഇവര് എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് വെക്കുന്ന എങ്ങനെ? ഫോർ സൈനിങ് ലോങ് ടേം ഓഫ് ടേക്ക് എഗ്രിമെന്റ് വിത്ത് അപ്കമിംഗ് ഡെഡിക്കേറ്റഡ് എത്തനോൾ പ്ലാന്റ്സ് ഇൻ ദ സ്റ്റേറ്റ്സ് ഓഫ് തമിഴ്നാട്, കേരള, ആന്ധ്രാപ്രദേശ് എക്സെട്ര. IOCയിൽ ഈ കരാറ് വെക്കുന്നത് തന്നെ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ടെൻഡർ വെക്കുമ്പോൾ തന്നെ കേരളത്തിൽ എത്തനോൾ പ്ലാന്റ് തുടങ്ങാൻ വേണ്ടിയിട്ടാണ്, അനുമതിക്ക് വേണ്ടിയിട്ടാണ് IOCയിൽ വെക്കുന്നത്. 2023 വെക്കാണ്. 2025 അവർക്ക് ഇപ്പോഴാണ് അനുമതി കൊടുത്തത്. അതിനു മുമ്പേ തന്നെ കമ്പനി IOCയുടെ അപേക്ഷയിൽ 2023 അപേക്ഷയിൽ കേരളത്തിൽ തുടങ്ങാൻ ആര് തീരുമാനിച്ചെന്ന് അതിനു മുമ്പ് തന്നെ പറയാണ്. അപ്പൊ ഇതെല്ലാം ഗൂഢാലോചനയും അഴിമതിയാണ് എന്നുള്ള ഞങ്ങളുടെ ആരോപണങ്ങൾ അടിവരയിടുന്നതാണ്. മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് മുഴുവൻ പച്ചക്കള്ളമാണ്, നുണയാണ് പറഞ്ഞത്, തെറ്റായ കാര്യമാണ്. ഈ കമ്പനിയെ പുകഴ്ത്തി സംസാരിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുഴുവൻ പച്ചക്കള്ളമായി. ഇത് ഒരു വലിയ ഡീലിന്റെ ഭാഗമായിട്ടാണ് ഈ കമ്പനിയെ വേറെ ആളുകൾ പരിചയപ്പെടുത്തി ആ കമ്പനിയെ ക്ഷണിച്ച് ഇവിടുത്തെ മദ്യനയം മാറ്റി ഈ കമ്പനിക്ക് മദ്യനിർമ്മാണശാല തുടങ്ങാനുള്ള അനുമതി കൊടുത്തിരിക്കുന്നത്. അല്ലാതല്ല, അത് അവര് പൈസ അവർ എങ്ങനെയും ചെലവാക്കിയേക്കണമെന്ന് എനിക്കറിയില്ലല്ലോ. എന്തായാലും അഴിമതി പണം ഉണ്ട് ഇതിൻ്റെ അകത്ത്. 600 കോടി രൂപയുടെ പ്രോജക്റ്റ് ആണെന്ന് പറഞ്ഞു ഈ പറയുന്ന മുഴുവൻ പ്ലാന്റുകൾക്കും അനുമതി കൊടുത്തു. എത്ര പ്ലാന്റുകൾക്ക് അനുമതി കൊടുത്തേക്കണത്? മൾട്ടി ഫീൽഡ് ഡിസ്റ്റിലേഷൻ യൂണിറ്റ് ഇല്ലേ, പിന്നെ ബ്രൂവറി യൂണിറ്റ്, ബ്രാൻഡി ഇതില്ല, സ്പിരിറ്റ് യൂണിറ്റ്, ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കറിൻ്റെ ബോട്ട്ലിംഗ് യൂണിറ്റ്, ഇതെല്ലാം കൊടുത്തിരിക്കുകയാണ്. എല്ലാ സാധനവും മദ്യനയത്തിൽ പറഞ്ഞിരിക്കുന്നതും പറയാത്തതും മുഴുവൻ കൊടുത്തിരിക്കുകയാണ് അവര്. എന്നിട്ട് കമ്പനിയെ പുകഴ്ത്തിക്കൊണ്ടിരുന്നു. ഈ കമ്പനിയെ പുകഴ്ത്തിയപ്പോഴാണ് എനിക്ക് സംശയം തോന്നി. ഞാൻ കമ്പനിയെക്കുറിച്ച് അന്വേഷിച്ചത് കൂടുതൽ പുകഴ്ത്തിയപ്പോൾ. അപ്പോഴാണ് ഡൽഹി ലിക്കർ സ്കാമിൽ ഇവരുടെ ഉടമയെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല പഞ്ചാബിൽ ഇവരുടെ പ്ലാന്റിന്റെ 4 കിലോമീറ്റർ ചുറ്റളവ് ഗ്രൗണ്ട് വാട്ടർ മുഴുവൻ, ഭൂഗർഭ ജലം മുഴുവൻ ഇവർ മലിനമാക്കിയതിന് സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡും പഞ്ചാബ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡും ഇവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇവർ ബോർവെല്ലിൽ കൂടി ഈ ഇൻഡസ്ട്രിയൽ പൊല്യൂഷൻ ഉണ്ടല്ലോ, ഇതുണ്ടാക്കുമ്പോൾ ഒരു പൊല്യൂഷൻ ഉണ്ട് ഭയങ്കര. ആ പൊല്യൂട്ട് ആയിട്ടുള്ള സംഭവങ്ങൾ മുഴുവൻ, വേസ്റ്റ് മുഴുവൻ ഇവർ ഈ ബോർവെല്ലിൽ കൂടിയാണ് ഇത് തള്ളിക്കളഞ്ഞത്. അതാണ് കണ്ടുപിടിച്ച് അവർ ക്രൈം ചെയ്തിരിക്കുന്നതെന്ന് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് കണ്ടുപിടിച്ച കമ്പനിയാണ്. അപ്പോൾ അവർ ഇങ്ങോട്ട് ക്ഷണിച്ചതാണ് ഇവർ, ഓൺ ഇൻവിറ്റേഷൻ. വെറുതെയുള്ള രേഖയല്ല ഇത്. വാട്ടർ അതോറിറ്റിയുടെ അവർക്ക് IOCയിൽ ടെൻഡർ വയ്ക്കാൻ വാട്ടർ അതോറിറ്റിയിലെ കൺസെന്റ് കിട്ടാൻ വേണ്ടിയിട്ട് കൊടുത്ത രേഖയിലാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ ഈ കേരള സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ക്ഷണപ്രകാരമാണ്. എന്നിട്ടാണ് പറഞ്ഞത് എന്താ പറഞ്ഞത്, സർക്കിൾ ഇൻസ്പെക്ടർക്ക് ഒരു അപേക്ഷ കൊടുത്ത്. അന്ന് ഞാൻ ചോദിച്ചു, പാലക്കാട് ഒരു ഡിസ്റ്റിലറി അറിഞ്ഞില്ല, കേരളത്തിന്റെ മദ്യനയം മാറി ഒരു പുതിയ മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി കൊടുക്കാൻ പോകുന്നു. സാധാരണ ഇത് വന്നിട്ട് ഒരു എന്താ ചെയ്യണത്, മാനദണ്ഡങ്ങൾ വയ്ക്കും ഇല്ലേ? നമ്മൾ ബാറിന് അങ്ങനെയല്ല, ബാർ കൊടുക്കുന്നതിന് മാനദണ്ഡങ്ങളുണ്ട്, ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ആ ക്ലാസിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ കൊടുക്കുള്ളൂ. ഇതിന് മാനദണ്ഡങ്ങൾ വെച്ചിട്ട് അപേക്ഷ ക്ഷണിച്ചിട്ടല്ലേ കൊടുക്കുന്നത്. ഇത് പാലക്കാടുള്ള ഡിസ്റ്റിലറി അറിഞ്ഞില്ല, കേരളത്തിൽ ഒരെണ്ണം അറിഞ്ഞില്ല, മധ്യപ്രദേശിലും പഞ്ചാബിലും പ്രവർത്തിക്കുന്ന ഈ കമ്പനി മാത്രം അറിഞ്ഞ് അവിടുത്തെ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർക്ക് കൊണ്ട് അപേക്ഷ കൊടുക്കുക. മന്ത്രി പറയുന്നതിൻ്റെ ഒരു ഇത് കേട്ടില്ലേ? അപ്പോൾ മനസ്സിലായില്ല അതൊന്നും അല്ലെന്ന്. സുപ്രധാനമായ രേഖകളാണ്. ഇനി ഇതൊന്നും രഹസ്യരേഖയല്ല, ഇത് വാട്ടർ അതോറിറ്റി. എന്നിട്ട് അന്ന് തന്നെ അങ്ങ് അനുമതി കൊടുക്കുകയാണ്. വാട്ടർ അതോറിറ്റിയുടെയൊക്കെ ഒരു സ്പീഡ് ഈ കമ്പനിക്ക് അന്ന് തന്നെ അന്വേഷിക്കണ്ടേ ഇത് ഏത് സ്ഥലത്താണ് ഇവർ തുടങ്ങാൻ പോകുന്നത്. ഈ അവരൊന്ന് എഴുതിയെങ്കിലും അയച്ചു നോക്കണ്ടേ എന്താണെന്ന്, അവിടെ വെള്ളമുണ്ടോ, വെള്ളത്തിൻ്റെ സ്ഥിതി എന്താണ്, പൊസിഷൻ എന്താണ് എന്നെ അന്വേഷിക്കണ്ടേ. അന്ന് തന്നെ അനുമതി കൊടുക്കാതെ ഇവർക്ക് ടെൻഡർ വെക്കണം IOCയിൽ. എന്നിട്ട് മന്ത്രി പറഞ്ഞ പച്ചക്കള്ളം, IOCയിൽ
കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അംഗീകാരമായിട്ടാണ് ഈ കമ്പനി വന്നത്. അതുകൊണ്ടാണ് അവർക്ക് കൊടുത്തത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അംഗീകാരവും IOCയുടെ അംഗീകാരവും കിട്ടുന്നതിന് മുമ്പ് ഈ കമ്പനി ഇങ്ങോട്ട് ക്ഷണിച്ചുകൊണ്ട് വന്നു. ഇവർക്ക് വേണ്ടി മദ്യനയം മാറ്റി എഴുതി. അപ്പോൾ കമ്പനി എക്സൈസ് മന്ത്രി, മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി എക്സൈസ് മന്ത്രിയായിട്ട്, അതിന് ഇടനിലക്കാരുമുണ്ട്. അല്ല, കവിത കേരളത്തിൽ വന്നിട്ടുണ്ട്. അവർക്ക് അദ്ദേഹമായിട്ട് എക്സൈസ് മന്ത്രിയായിട്ട് ബന്ധമുണ്ട്. നേരത്തെ അവർ കേരളത്തിൽ വന്ന് താമസിച്ചിട്ടുണ്ട്. അവർ ഈ കമ്പനിയെ എക്സൈസ് മന്ത്രിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നവരാണ്. അവർ ഡൽഹി ലിക്കർ സ്കാം കേസിലെ പ്രതിയാണ്. മുഖ്യമന്ത്രി, ഇത് എക്സൈസ് മന്ത്രി, മുഖ്യമന്ത്രി മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. വേറെ അറിഞ്ഞിട്ടില്ലല്ലോ. അയ്യാ, ഇന്നാൾ മന്ത്രിസഭയുടെ നോട്ട് ഹാജരാക്കിയപ്പോൾ പറഞ്ഞല്ലോ വേറെ ഒരു വകുപ്പ് അറിഞ്ഞില്ലെന്ന്, വേറൊരു വകുപ്പ് അറിഞ്ഞില്ലെന്ന്. അദ്ദേഹം ഞാൻ രഹസ്യരേഖ എന്നല്ല പറഞ്ഞത്. ആരും പുറത്തു കൊണ്ടുവരാത്ത, ആർക്കും അറിയാത്തൊരു കാര്യം ഒരു വകുപ്പുമായിട്ട് ചർച്ച ചെയ്തില്ല എന്ന ഞങ്ങളുടെ ആരോപണത്തിന് അടിവരയിടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ മന്ത്രിസഭാ നോട്ട് ഹാജരാക്കിയത്. മന്ത്രിസഭാ നോട്ട് വ്യാജമാണെന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ ഹാജരാക്കിയ രേഖ വ്യാജമാണെന്ന് പറഞ്ഞില്ലല്ലോ. ഇതും ഒന്നുമല്ല, ഇതൊക്കെ ഔദ്യോഗിക രേഖകളാണ്, ഒഫീഷ്യൽ രേഖകളാണ്. ഇതെങ്ങനെ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയെന്ന് അന്വേഷിച്ച് ഉണങ്ങി പോയിക്കോട്ടെ. പക്ഷേ ഞങ്ങളുടെ കയ്യിലുള്ളത് നിങ്ങൾക്കും തരാം, ആ രേഖകൾ മുഴുവൻ. ആ സീക്വൻസ് നോക്കിയാൽ അറിയാം. ഡേറ്റിൻ്റെ ഇതൊക്കെ നടക്കുന്നത് 2023 കമ്പനിക്ക് അനുമതി കൊടുക്കുന്നത് 2025 ഒരു മാസം മുമ്പ് അല്ലേ? ഈ മാസം ആകുന്നേ ഉള്ളൂ. ഈ മാസത്തിലാണ്, ജനുവരി.